അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമായി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. പരിശുദ്ധമായ റജബ് ഒരുപാട് അജബേറിയ റജബാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ നിറഞ്ഞ റജബാണ്. ഇന്നത്തെ ഈ പരിശുദ്ധമായ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ പകലിൽ ഒന്നാമത്തെ പകലാണ്. ഈ പകൽ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നാണ് നമ്മുടെ ആശയം. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദരിയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അള്ളാഹു അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റജബ് അത് ജീവിതത്തിന്റെ വലിയ സൗഭാഗ്യമാണ്. കാരണം എന്താണ്? റജബ് ഷഹ്റുല്ലാഹ്, അള്ളാന്റെ മാസമാണ്. അള്ളാന്റെ പേരിനോട് ചേർത്താണ് റജബിന് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന് അത്രയും വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ, ഹബീബുല്ലാഹ്, ഖലീലുല്ലാ, റൂഹുല്ലാ, ഇതെല്ലാം റബ്ബിന്റെ പേരിനോട്. നമ്മൾ പറയില്ലേ, എന്റെ പേനയാണ്, പറയില്ലേ ഇത് എന്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ എന്റെ ബുക്കാണ്, ഇത് എന്റെ പെരേടാണ്, എന്റെ വസ്തുവാണ്, എന്റെ കടയാണെന്ന് പറയുന്നത് എന്താ? നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, അല്ല പറഞ്ഞു ഷഹ്റുല്ലാ റജബുൻ ഷഹ്റുല്ലാ, അത് എന്റെ മാസമാണെന്നാണ്. കാരണം എന്തേ? റജബ് എന്ന ആ പദം 3 അക്ഷരമാണ്. റാ, ജീം, ബാ. അത് മൂന്ന് ആശയത്തെ കുറിക്കുന്നു എന്നാണ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒന്ന്, റജബിന്റെ റാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ആ റാ റഹ്മത്തുള്ള, പടച്ചവന്റെ കാരുണ്യം ചൊരിഞ്ഞിറങ്ങുന്ന മാസമാണ് റജബ്. പിന്നെയോ ജീം എന്ന് പറഞ്ഞാൽ ജൂദുള്ള, അള്ളാഹു ധർമ്മം ചെയ്യുന്ന, കരുണ ചെയ്യുന്ന, ധർമ്മം കൊടുക്കുന്ന, അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ വിട്ടു ചെയ്യുന്ന മാസം. അതുപോലെ ബാ, ബിറുള്ള, ഗുണം ചെയ്യുന്നവനാണ് റബ്ബ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ അൽഹംദുലില്ലാ തിങ്കളാഴ്ച ദിവസം ഓരോ ചരിത്രങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും ഓരോ ചരിത്രമാണ്. ഈ റജബുമായി ബന്ധപ്പെട്ട് 1-2 ചരിത്രങ്ങൾ പറയാനാണ് ഇന്നത്തെ നമ്മൾ ക്ലാസ് ഉപകരിക്കുന്നത്. അതോടൊപ്പം ഇന്നത്തെ പകലിൽ, ആദ്യത്തെ പകലിൽ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഈ റജബ് എന്ന് പറഞ്ഞാൽ ആ പദം 3 കുറിക്കുന്നു. അള്ളാഹിന്റെ കരുണ, അള്ളാഹുവിന്റെ ധർമ്മം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗുണത്തെ നമ്മൾ കുറിക്കും. അള്ളാഹു മനുഷ്യന് ഉപയോഗപ്പെടുത്തുക. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ റജബ് എന്ന് പറയുന്ന പദം അള്ളാഹു പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മഹാത്തുക്കൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, ആ പദം വന്നിരിക്കുന്ന വാക്കെങ്ങനെയാണ്? ഈ റജബിന് ചില പേരുകളുണ്ട്. ആ റജബിന്റെ ഒരു പേര് തർജീബ് എന്നാണ്. തർജീബ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, ആദരിക്കുക, അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം. അത് പള്ളിയാകട്ടെ, അത് മിനാരങ്ങളാകട്ടെ, ഇസ്ലാമിന്റെ നിയമങ്ങളാകട്ടെ, ഇസ്ലാമിന്റെ അടയാളങ്ങളാകട്ടെ, ഇതെല്ലാം നമ്മൾ ആദരിക്കുക. അള്ളാഹ് ആദരിച്ച എന്തൊക്കെയുണ്ടോ? വലക്കത് കറംനാ ബനി ആദം, അള്ളാഹു ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മനുഷ്യനെ ആദരിക്കണം. അവന്റെ അഭിമാനത്തെ പിച്ചു ചിന്താൻ പാടില്ല. കഅബയേക്കാളും മഹത്തമായ ഒരു മനുഷ്യൻ അഭിമാനം എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദരവ് നമ്മൾ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ബഹുമാനിക്കുക, ആദരിക്കുക. രണ്ടാമത്തത് ഷഹറുൽ അസ്വബ്, ചൊരിയുന്ന മാസം. അള്ളാഹു ഒരുപാട് നന്മകൾ ചൊരിയുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. അതുപോലെ ഷഹ്റുർ റജ്ം, ആട്ടിയോടിക്കപ്പെടുന്ന മാസം. ശപിക്കപ്പെട്ടവനായ പിശാചിനെ ആട്ടിയോടിക്കപ്പെടുന്ന, അക്രമങ്ങളും അനീതികളും തിന്മകളെല്ലാം പാടെ ആട്ടിയോടിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. അതുപോലെ ഷഹ്റുൽ അസ്വം, മൗനത്തിന്റെ മാസം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ? നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ നല്ലത് പറയും, ഇല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കും. അത് റജബിൽ മാത്രമല്ല, മുഴുവൻ നിങ്ങൾ പറഞ്ഞതാണ്. പറയുമെങ്കിൽ നല്ലത് പറയണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? മിണ്ടാതിരിക്കുക. അതുപോലെ പരിശുദ്ധമായ റജബ്, നാവിനെ സൂക്ഷിക്കേണ്ട മാസമാണ് റജബ്. നമ്മൾ ചരിത്രത്തിലേക്ക് വരാണ്. ഇത്രമാത്രം പരിശുദ്ധമായ റജബ് മാസത്തിന് മഹത്വം, ഒരുപാട് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ചരിത്രമാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഷെയ്ഖുൽ അംബിയ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. ആ നൂഹ് നബിയുടെ ചരിത്രം കേട്ടില്ലേ? കപ്പലിന്റെ രൂപാകൃതിയെ കേട്ടവരൊക്കെ കമന്റ് ചെയ്തേ. ഉസ്താദാ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് കമന്റ് ചെയ്തേ.
അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ പണിതപ്പോൾ അടുപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ ധാരധാരയെ ഒഴുകി വലിയ പ്രളയം വന്നു. ലോകത്തിൽ ആദ്യമായി പ്രളയം വരികയാണ്. ആ പ്രളയം വന്നപ്പോ നൂഹ് നബിയും തന്റെ അനുയായികളും കപ്പലിലൂടെ സഞ്ചരിച്ചത്, അള്ളാഹു വെള്ളത്തിലൂടെ നടത്തിയത് റജബ് മാസത്തിലാണ്. ആ റജബ് മാസത്തിൽ കപ്പൽ ഇങ്ങനെ ഒഴുകി നടന്നു എന്നാണ്. അള്ളാഹു സംരക്ഷണ കവചം തീർത്തു എന്നാണ്. അത് പരിശുദ്ധമായ റജബിലായിരുന്നു. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുന്ന ആ പരിശുദ്ധമായ കപ്പലിന്റെ യാത്ര അള്ളാഹു റജബ് മാസത്തിലാണ് തിരഞ്ഞെടുത്തത്. റജബിൽ ആ കപ്പൽ ഇങ്ങനെ ഒഴുകി നടന്നു. നൂഹ് നബിയെയും കൊണ്ട് കപ്പൽ അള്ളാഹു ചുമന്നു എന്നെല്ലാം ഹദീസുകളിൽ, കിതാബുകളിൽ നമുക്ക് കാണാം. അതൊരു ചരിത്രമാണ്. അള്ളാഹു സംരക്ഷണം കൊടുത്ത റജബിലാണ്. മാത്രമല്ല, ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പർവ്വതത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പടച്ചവനെ, ഈ പർവ്വതത്തിനോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം തരണം. ഈ പർവ്വതം എന്നോടും എനിക്ക് പർവ്വതത്തിനോട് സംസാരിക്കാൻ ഒരു അനുവാദം തരണം. അള്ളാഹു അനുവാദം കൊടുത്തു. ആ സമയത്ത് ആ പർവ്വതം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു എന്നാണ്, ഈസാ നബിയെ, നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത്? ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, പർവ്വതമേ, നിന്റെ വിശേഷങ്ങളൊന്ന് പറയും, നിന്റെ കാര്യങ്ങളൊന്ന് പറയും. ആ സമയത്ത് ആ പർവ്വതം പറഞ്ഞു എന്നാണ്, നബിയെ, എൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരു ഗുഹയ്ക്കകത്ത് ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു എന്നാണ്. ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ ചരിത്രം ചുരുക്കി പറയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, നബിയെ, ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള മനുഷ്യനാണ്. ഞാൻ ഇതിന്ന് എത്രയോ വർഷങ്ങളായി, 600ഓളം വർഷങ്ങൾ ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനെന്നറിയോ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകന്റെ ഉമ്മത്തിലൊന്ന് ഉൾപ്പെടാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം. അതുകൊണ്ട് 600 വർഷമായി ഞാൻ ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ ഇബാദത്തിലായി കഴിയുകയാണ്. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, പടച്ചവനെ, 1-2 കൊല്ലമല്ല, 600 കൊല്ലം ഇബാദത്തിലായിരിക്കുന്ന ഈ മനുഷ്യനേക്കാൾ മഹത്വമുള്ള ആരെങ്കിലും നിന്റെ അടുത്തുണ്ടോ പടച്ചവനെ? ആ സമയത്ത് അള്ളാഹ് പറഞ്ഞു, ഉണ്ട് നബിയെ, ഉണ്ട്. ആരെന്നറിയോ? അത് പരിശുദ്ധമായ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുത്തവരാണ്. ഇന്നെന്റെ പ്രിയപ്പെട്ട പല ഉമ്മമാരും പല സഹോദരങ്ങളും നോമ്പുകാരികളാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നോമ്പിനെ സ്വീകരിക്കട്ടെ. ആ നോമ്പിനെ അള്ളാഹ് കബൂലാക്കട്ടെ. ആ നോമ്പിനെ പരിപൂർണമായും അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഇപ്പൊ ചിന്തിക്കൂ, ഉസ്താദേ, റജബിൽ നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, ഇത്രയും മഹത്വം ഉണ്ടായിരുന്നു. വിഷമിക്കണ്ട. റജബിലെ ഏതെങ്കിലും ഒരു ദിവസം, ഇനി എല്ലാ ദിവസവും അങ്ങോട്ട് എന്ത് ചെയ്യുക, തിങ്കളും വ്യാഴവും നോമ്പെടുത്തോളി. നിർബന്ധമല്ല കേട്ടോ. ആ ഉസ്താദ് പറഞ്ഞു, റജബ് മാസം നോമ്പ് നിർബന്ധമാണെന്ന് നിയമം നിങ്ങൾ കൊണ്ടുവരണ്ട. സുന്നത്താണ്, നല്ലതാണ്, ഓരോ പ്രതിഫലങ്ങൾ അധികരിച്ചതാണ്. എല്ലാ തിങ്കളും വ്യാഴവും പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോളി. ചില ആളുകൾ റജബ് 30 പിടിക്കും, ഷഅബാൻ 30 പിടിക്കും, റമളാൻ 30 പിടിക്കും, ശവ്വാൽ 6 പിടിക്കും. അങ്ങനെ 96 നോമ്പ് പിടിക്കുന്ന എത്രയോ ഉമ്മമാരെനിക്കറിയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അങ്ങനെ പിടിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ റജബിലെ നോമ്പെടുത്ത്, ഷഅബാനിലെ നോമ്പെടുത്ത് ക്ഷീണിച്ച് റമളാൻ എത്തുമ്പോൾ കുഴഞ്ഞു പോയി ആ പ്രതിഫലം നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായി നോമ്പ് പിടിക്കണം. ഈ ഷഅബാനിലോ റജബിലൊന്നും ഇല്ല, റമളാനിൽ പിടിക്കണം, അത് നിർബന്ധമാണ്. അതല്ലാതെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ റജബിലും ഷഅബാനിലും നോമ്പെടുക്കേണ്ടതില്ല. രോഗികൾ അത് പരിഗണിക്കുക. ആരോഗ്യം അനുസരിച്ചാണ് നോമ്പെടുക്കേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. റമളാനിൽ നിർബന്ധമാണെങ്കിലും റജബിലും ഷഅബാനിലും അത് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, 600 കൊല്ലം ഇബാദത്തെടുത്ത മനുഷ്യനേക്കാൾ പ്രതിഫലം ഈ റജബിനെ പരിഗണിച്ചവർക്കുണ്ട്, റജബിലെ നോമ്പെടുത്തവർക്കുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ പകലിൽ മിക്ക ആളുകൾ നോമ്പുകാരാണ്. ആരല്ലെങ്കിലും നോമ്പുകാരാണെങ്കിലും ശ്രദ്ധിക്കാനുള്ള കാര്യം, സുന്നത്തുകൾ അധികരിപ്പിക്കണം. ദുഹാ നമസ്കരിക്കുക, അതുപോലെ റവാത്തിബ് സുന്നത്തുകൾ അധികരിപ്പിക്കുക. ഈ റജബിലെ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക, വിത്ർ പതിവാക്കുക. ഈ സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ടേ റബ്ബിലേക്ക് എടുക്കാൻ കഴിയൂ. നമ്മുടെ ഫറളുകളൊക്കെ കുറെ പാളിച്ചകളുണ്ട്. ആ പാളിച്ചകൾക്കുള്ള പോരായ്മ പരിഹരിക്കലാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. സുന്നത്തുകൾ അധികരിപ്പിക്കുക, സലാം വ്യാപിപ്പിക്കുക. എന്തെല്ലാം നല്ല കാര്യങ്ങൾ സുന്നത്തുകളുണ്ടോ അതെല്ലാം നമ്മൾ പരിഹരിക്കുക. അതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇന്നത്തെ പകലിൽ ആദ്യത്തെ പകലാണ് ഇസ്തിഗ്ഫാർ. വൃദ്ധ നിൽക്കുമ്പോൾ, അടുക്കളയ്ക്ക് ജോലി ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, എന്ത് ജോലി ചെയ്താലും അസ്തഗ്ഫിറുല്ലാഹ് ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ എന്ന് പറയുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലാം, ഏത് വേണോ ചൊല്ലാം. എന്നാലും നിങ്ങൾ ചൊല്ലേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഒരു അസ്തഗ്ഫിറുല്ലാഹ് എങ്കിലും, നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും പറയുന്ന ശീലം നമുക്ക് ഉണ്ടാവുക. ജൻസ്കാരങ്ങൾ ഉപ്പമാരെ, റജബെത്തി, റമളാനാകട്ടെ ഉസ്താദ് പള്ളിയിൽ ഇറങ്ങണ്ട എന്ന് ചിന്തിക്കണ്ട. റജബിലൂടെ കടന്ന് ഷഅബാനിലൂടെ കടന്നാണ് റമളാനിൽ എത്താനുള്ളത്. അങ്ങനെ ചെയ്യരുത്. റമളാനി മാത്രം നിസ്കാരം അത് പറ്റൂല.
റജബിൽ നമ്മൾ നിസ്കാരിക്കാത്തവരുണ്ടെങ്കിൽ, അശ്രദ്ധമാകുന്നവരുണ്ടെങ്കിൽ തുടങ്ങുക, ജമാഅത്തായി തന്നെ നിർവഹിക്കുക, പിണക്കങ്ങളൊക്കെ മാറ്റുക, രോഗസന്ദർശനങ്ങളൊക്കെ നടത്തുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകലിൽ സാധാരണ പകലിനേക്കാൾ അധികരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതാണ് പരിഗണന എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എല്ലാവരെ കണ്ടാലും ചിരിക്കും, അതൊരു പരിഗണനയല്ല. ചില ആളുകൾ കാണുമ്പോൾ ഒന്ന് മുസാഫഹത്ത് ചെയ്യുക, വർത്താനം പറയുക, അത് പ്രത്യേക പരിഗണനയാണല്ലോ. അതുപോലെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നും ചെയ്താൽ ഇന്നത്തെ ദിവസത്തെ പരിഗണന കിട്ടൂല, നമ്മൾ പരിഗണിച്ച കൂലി കിട്ടൂല. പിന്നെയോ എല്ലാ ദിവസത്തേക്കാൾ വ്യത്യസ്തമായി എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അത് പരിഗണന ഉണ്ടാവും. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. വരും ദിവസങ്ങളിൽ റജബിന്റെ മഹത്വങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ചെയ്യാനുള്ള ദുആകളും ചെയ്യാനുള്ള അമലുകളൊക്കെ നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി ആ അറിവ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് യൂട്യൂബിൽ നോക്കിയാൽ മതി, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ ആ ചാനലിലേക്ക് കയറാം. മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജ്ലിസാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരറിവുമായി കണ്ടുമുട്ടാം. ദുആവസിയത്തോടെ നിങ്ങൾ ദ്വാരക്കിൻ ദുആവസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.